ഈ 2024 തീരുന്ന സമയത്ത് എനിക്ക് 2024 പറ്റി ചിന്തിക്കുമ്പോൾ ഈ 2024 പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. 2024 ഒരുപാട് ആൾക്കാരെ പറ്റി മനസ്സിലാക്കാനും ആരെയൊക്കെ ഒഴിവാക്കണമെന്നും ആരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തുന്നതെന്നും ഒക്കെ മനസ്സിലാക്കിയ ഒരു വർഷമാണ് 2024. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും ഒക്കെ മനസ്സിലാക്കിയ ഒരു വർഷമായിരുന്നു 2024. 2024 ഒരു മാസം ഞാൻ വിലയിരുത്തിയതനുസരിച്ച് എനിക്ക് ഒരുപാട് പേരെ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നത്, നാട്ടിലുള്ളവർ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. അവർ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് ജീവിതത്തിലേക്ക് കിട്ടുകയും ചെയ്തു 2024. അങ്ങനെ ഒരു ഗുണം കൂടി 2024 ഉണ്ടായി. അതുപോലെ തന്നെ നെഗറ്റീവായ കുറേ ആൾക്കാർ നാട്ടിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. അവരെ ഒഴിവാക്കാൻ ഉള്ളൊരു അവസരം കൂടിയാണ് 2024 എനിക്കുണ്ടായത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ പറ്റി മോശമായിട്ട് ആരോപണങ്ങൾ ഉണ്ടാക്കുന്നവർ നാട്ടിൽ ആരൊക്കെയെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും 2024 അവസാനം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ ചിന്തിച്ചതിൽ നിന്നും ഞാൻ പഠനം നടത്തിയതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ 2024 അവസാനം എനിക്ക് വരുത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ എനിക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടി. അതുപോലെ തന്നെ ആരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഒക്കെ 2024 ചിന്തിച്ചതിൽ നിന്നും അവരെ പറ്റി പഠിച്ചതിൽ നിന്നും മനസ്സിലാക്കി. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരു സർവേ നടത്തിയതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്കൂട്ട് നാട്ടിലുള്ളവർക്കൂട്ട് വില വെക്കുന്നത് അവനവൻ്റെ നാട്ടിലുള്ളവർ തന്നെയാണെന്നുള്ള കാര്യം ഞങ്ങൾ നടത്തിയ ഒരു സർവേയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഞാനും സുഹൃത്തുക്കളും നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു, നമ്മുടെ നാട്ടിലുള്ളവർ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടിലൊരു തെറ്റ് കണ്ടു, അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഇവർ നമ്മുടെ മറ്റൊരു തരത്തിലാണ് ഇവർ കാണുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് കഴിഞ്ഞാൽ ഇവർ അഴിമതിയിൽ പൂണ്ട് കിടക്കുന്നവരാണ്. ഇവർക്ക് നമ്മുടെ അഴിമതിയെ പറ്റിയോ അങ്ങനെ പറയുന്നതോ ഒക്കെ നമ്മുടെ മോശക്കാരനാക്കി ചിത്രീകരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് 2025 നിങ്ങളൊരു കാര്യം ചെയ്യുക, യുവജനങ്ങൾ നാട്ടിൽ എന്ത് തെറ്റുകൾ കണ്ടു അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർ മോശക്കാരനാക്കുകയും ഇല്ലാത്ത ആരോപണങ്ങൾ നിങ്ങളുടെ പേരിൽ ഇവർ അടിച്ചിറക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് 2025 അവനവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുന്നതിന് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും പോകുകയുള്ളൂ. അതേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ഗോൾ എന്താണോ, നമ്മുടെ ഭാഷ എന്താണോ, അതിലൊരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മളത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം 2025 ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ പറ്റി പറയുന്ന ആരോപണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകേണ്ടത്. നമ്മളെ പറ്റി പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം നമ്മളത് നമ്മൾ മൈൻഡിലേക്ക് എടുക്കുക. നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ ഒരു ചെവി കൂടെ മറ്റു ചെവി കൂടെ പുറത്തേക്ക് കളയുക. എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി ഓൾവേസ്.